സത്യമ്മ, കുട്ടികൾക്ക് പരീക്ഷയല്ലേ? അപ്പൊ അവരെ കൊണ്ടുപോയാ അവരെങ്ങനെ പഠിക്കുക? പിന്നെ ഇവിടുത്തെ പിള്ളേർ IAS പഠിക്കുന്ന പ്രായമല്ലേ? അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിന്റെ കൊച്ചിനെ വിടണ്ട. ശാലിനിയുടെ കൊച്ചിനെ വിട്ടോളൂ അല്ലേ മോളെ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്കും വരണം. ഞാൻ കുട്ടികളുടെ ഭാവി ഓർത്തിട്ടാ പറഞ്ഞേ. ശ്യാമേ, കണ്ണന്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷമുള്ള പഠനമൊക്കെ മതി. രോഹിത്തെ, ആരൊക്കെയാ വരുന്നേ നോക്കിയിട്ട് വണ്ടി ബുക്ക് ചെയ്യും. അമ്മ പോയില്ലെങ്കിൽ ഞാൻ പോവും. പപ്പി അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. നിന്റെ അമ്മ ഇപ്പോഴേ പഴയ കാളവണ്ടി യുഗത്തിലാ നിൽക്കുന്നത്. അവിടുന്ന് വല്ല വണ്ടിയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ ഇനി യാത്രയ്ക്ക് മാറ്റമില്ല, എല്ലാവരും പോകുന്നു. മോളെ, നീയും കൂടെ ഒന്ന് വരാൻ നോക്ക്. എന്തുവാലേ, ഇതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്ര നേരമായിട്ട് വിഷ്ണു എന്തിയേ? അവന്റെ അത്താഴം കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ? ഇതോടെ പോയേക്കോ? ടെറസിൽ കാറ്റും കൊണ്ടിരിക്കുന്നുണ്ടാവും. വിശപ്പ് വരുമ്പോ വന്ന് കഴിച്ചോളൂ. അച്ഛൻ കൈ കഴിക്കും. ആ എന്തേ കഴിക്കാതിരിക്കുന്ന? മുഴുവൻ കഴിച്ചേ? മതി അമ്മേ. അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് മുഴുവൻ കഴിക്കണം. കുറച്ചേ ഉള്ളൂ. പൊന്നിയും കൂടി ഇരുന്ന് കഴിക്കേ. നാളത്തേക്കുള്ള മാവരച്ചു വെച്ചിട്ട് ഞാൻ പിന്നീട് കഴിച്ചോളാം. പണി തീർത്താ പിന്നെ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ. എന്നാ ശരി. പപ്പി, അത് മുഴുവൻ കഴിക്കണേ. എനിക്ക് മതി അമ്മേ. ഞാൻ സത്യ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്കും മതി. മുഴുവൻ കഴിച്ചിട്ട് പോ. മതി അമ്മേ, എന്തൊരു കഷ്ടാ ഈ പിള്ളേരും. രോഹിതേ, അവരെയും കൂടി ഒന്ന് കഴിച്ചേക്കേ.